നമസ്കാരം, എല്ലാവർക്കും അറിവ് പങ്കിടുന്ന ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബോർഡ്, നല്ല രസമുള്ളൊരു ബ്ലാക്ക് ബോർഡ് നമുക്ക് ഗൂഗിൾ മീറ്റിലൊക്കെ ഉപയോഗിക്കാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബ്ലാക്ക് ബോർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ബ്ലാക്ക് ബോർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ബ്ലാക്ക് ബോർഡ് മാജിക് സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോർഡിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ബ്ലാക്ക് ബോർഡ് മാജിക് സ്ലേറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമേജ് കാണാം. പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡ് മാജിക് സ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ലൊരു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ നല്ല രസമുള്ളൊരു തനിമ നിലനിർത്തുന്ന ഒരു ബ്ലാക്ക് ബോർഡാണ് വരിക. അപ്പോൾ നമ്മൾ ഫോണൊന്ന് തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ, ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിക്കുന്നത്, ഫോണൊന്ന് തിരിച്ചു പിടിച്ചാൽ നമുക്കിങ്ങനെ കാണാം. അതിൽ നമ്മൾ എഴുതുന്നതെല്ലാം നമുക്ക് അതേപോലെ കാണാം. ഇനി അത് ഉള്ള ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വലതുവശത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിന് താഴെ നമുക്ക് ഇറേസറാണ്, പിന്നെ റീഡ് അൺഡു ബട്ടൺസ്, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. സേവ് ചെയ്യാനുള്ള ചിലപ്പോൾ വർക്കാവുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി നമുക്കിവിടെ എഴുതാനാണെങ്കിൽ നമ്മൾ നേരെ ബോർഡിലേക്ക് ഒരു കളർ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു പ്രൈമറി ക്ലാസ്സിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കത് നല്ല വൃത്തിയിൽ ഇതുപോലെ നമുക്ക് എഴുതി കാണിക്കാം, നല്ല രസത്തിൽ നമുക്ക് എഴുതി കാണിക്കാൻ പറ്റും. ഇനി ഒരു ചിത്രം വരയ്ക്കാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, ഒരു മരം വരച്ച് അതിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കളർ കൊടുക്കേണ്ടത് വേറെ കളറിൽ കൊടുക്കാം. നമ്മൾ എഴുതേണ്ട ആവശ്യങ്ങൾ എഴുതാം. അതിന് നമുക്ക് എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻ എഴുതണോ അതൊക്കെ നമുക്ക് എഴുതാം. മരം, ട്രീ എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കണം എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് നമുക്ക് ഓരോ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. കുറച്ച് വലിയ ക്ലാസ്സിലേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇക്വേഷൻസോ കാര്യങ്ങളോ ഗണിതത്തിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. നല്ല രസമായിട്ട് തന്നെ ബോർഡിൽ എഴുതുന്ന പോലെ എഴുതി പഠിപ്പിക്കാം. a+b² = 2ab+b² എന്നൊക്കെ വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ ഗുണിക്കുന്ന കാര്യങ്ങളോ എന്തും നിങ്ങൾക്ക് ഇതുപോലെ നല്ല വൃത്തിയിൽ എഴുതി കാണിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ രസകരമാണ്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, വലിയ സൈസൊന്നും ഇല്ല, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. കൂടുതൽ കാര്യങ്ങളും അതിൽ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, നമ്മുടെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റിൽ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മീറ്റിങ്ങിൽ ഇപ്പോൾ ഞാനൊരു പുതിയ മീറ്റിംഗ് ഓപ്പൺ ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന മീറ്റിംഗ് എന്നുള്ള കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ മീറ്റിംഗ് തുടങ്ങുകയാണ്. അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരികയാണ്. ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഷെയർ സ്ക്രീൻ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി നമ്മൾ റീസെൻറ്റ് ടാബിൽ നമുക്ക് ഷെയർ ചെയ്യേണ്ടുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യുന്നത് സൗകര്യമാണ്. മൊബൈലിൽ പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരുപക്ഷെ OTPകൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വരെയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ റീസെൻറ്റ് ടാബിൽ നമ്മൾ അത് എടുത്ത് വെക്കുക. നമ്മൾ ഷെയർ സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ റീസെൻറ്റ് ടാബിൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോർഡ് അവിടെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോർഡ് ഇപ്പോൾ ഇവിടെ താഴെയുള്ളതിലും ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ കുട്ടികൾക്ക് ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതേപോലെ നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ മൈക്ക് ഓൺ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എന്നാലും നമ്മൾ പറയുന്നത് അപ്പുറത്ത് കേൾക്കുക. നമ്മൾ പറയുന്നത് കേൾക്കും, അതോടൊപ്പം തന്നെ ലൈവായിട്ട് തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അപ്പുറത്തെ വശത്തുള്ള കുട്ടികൾക്ക് കിട്ടും. ഇത്തരത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഈ ലൈവ് ബോർഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ചെറിയ ന്യൂനത എന്ന് പറയുന്നത്, നമുക്ക് ഇതിലേക്ക് ഇമേജ് വേറെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇമേജ് നമ്മൾ കാണിക്കണമെങ്കിൽ നമ്മൾ വേറെ ഇമേജ് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഈ ബോർഡിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു ന്യൂനതയായിട്ട് തോന്നി. കൂടുതൽ പേജുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു ചെറിയൊരു ന്യൂനതയാണ്. ഇനി നമുക്ക് എന്നിരുന്നാലും ഇത് വളരെ രസമുള്ളൊരു ബോർഡാണ്, നമുക്ക് കാണാൻ നല്ല സുഖമുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ളൊരു ബോർഡാണ്. ഇത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗൂഗിൾ മീറ്റിലേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞത് കൊടുക്കുക. അത് നിർബന്ധമായിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ റീസെൻറ്റ് ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഗൂഗിൾ മീറ്റിലേക്ക് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുക. ഇനി ഈ തരത്തിലല്ലാതെയും പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞൊരു അക്ഷരം പഠിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഓണാക്കുമ്പോൾ, ഈ ബ്ലാക്ക് ബോർഡിൽ ഓണാക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ, ആ വീഡിയോയുടെ
നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് കൈൻ മാസ്റ്റർ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ, അതിലേതെങ്കിലും ഒന്നിൽ ഇട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് വീഡിയോ ആക്കിയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പഠിപ്പിക്കേണ്ടെന്ന് ചെറിയ ക്ലാസ്സിൽ പ്രത്യേകിച്ചും പ്രൈമറി തലത്തിൽ പ്രത്യേകിച്ചും പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് ബോർഡിൽ എഴുതുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അത് വളരെ രസകരമാണ്, പഠനത്തെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് എല്ലാ കൂട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നമുക്ക് ഇത്രയും നേരം നമ്മൾ അറിവ് പങ്കുവെക്കുകയായിരുന്നു ചെയ്തത്. എല്ലാവർക്കും നന്ദി. ഈ കൂടുതൽ അറിവുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.